ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സിദ്ധാർത്ഥിന്റെ ശല്യം സഹിക്കാനാകാതെ നിധി തന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും സുധീഷാണ് തന്റെ ഭർത്താവെന്നും സിദ്ധാർത്ഥിനോട് പറയുന്നു. തുടർന്ന് സുഭാഷിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയുകയാണ് സിദ്ധാർത്ഥ്. സൂര്യയുമായുള്ള വിവാഹ തലേന്ന് രാജീവിന്റെ വീട്ടിൽ നിന്നും സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വന്നതും രാജീവിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറിയതും അവിടെ വെച്ച് അവർ വിവാഹം കഴിച്ചതും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതവും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യവുമെല്ലാം സുഭാഷ് സിദ്ധാർത്ഥിനോട് പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം പറഞ്ഞുവിട്ട് കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിധിയെ മാത്രം പിടിച്ചിരുത്തുകയാണ് സിദ്ധാർത്ഥ്. ശേഷം സുഭാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയും തനിക്ക് നിധിയെ ഇഷ്ടമാണെന്നും ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ നിധി താമസിക്കേണ്ട, താനൊരു ഫ്ലാറ്റ് എടുത്ത് തരാമെന്നും ഒക്കെ സിദ്ധാർത്ഥ് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഞാൻ എവിടെ താമസിക്കണമെന്ന് എനിക്കറിയാം, താൻ സുധീഷിന്റെ ഭാര്യയാണ്, തന്നെ ഇനി ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് നിധി വീട്ടിലേക്ക് പോവുകയാണ്. രാത്രിയായിട്ടും നിധിയെ കാണാത്തത് കൊണ്ട് ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, സുധീഷെ നിധി എന്താടാ ഇത്രയും വൈകുന്നത്? അറിയില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വൈകുമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ സുഭാഷ് എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷ് നീ പോയി നിധിയെ വിളിച്ചോണ്ട് വാ. അപ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പോകില്ല, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നിധി പറഞ്ഞില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അത് നീ കാര്യമാക്കണ്ട, ഒരുപാട് ലേറ്റായി, പാവാ കുട്ടി തനിച്ചെങ്ങനെ വരുന്നത്, നീ പോയി കൂട്ടിക്കൊണ്ടുവാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ നിധിക്ക് പോലും അറിയില്ല എപ്പോഴാ വർക്ക് തീരുന്നെന്ന്. നികേഷിനെ വിളിച്ച് ലേറ്റ് ആകുമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പോയി അവിടെ വെറുതെ ഇരിക്കണോ? ഞാൻ പോകില്ല. ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട, ജോലി എപ്പോഴാ തീരുന്നെന്നൊന്നും അറിയില്ല, ജോലി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് വന്നോളാമെന്നാ ഏട്ടത്തി പറഞ്ഞത്, ആരും കൂട്ടിക്കൊണ്ടുവരാനൊന്നും പോകണ്ട, ഏട്ടത്തി ഇങ്ങ് വന്നോളൂ. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ സുധീഷ് തന്റെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണ്. നിധിക്ക് വാച്ച് സമ്മാനമായി കൊടുക്കുന്ന ആ ഫോട്ടോ തന്നെയാണ് ഇപ്പോഴും സിദ്ധാർത്ഥ് സ്റ്റാറ്റസ് ആയി ഇട്ടിരിക്കുന്നത്. അതിലെ ലവ് സിംബലും കിസ്സിംഗ് സ്മൈലി എല്ലാം ഇപ്പോഴും ഉണ്ട്. ദേഷ്യത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഒരുപക്ഷെ നിധിയെ വീണ്ടും അവൻ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണോ, ഡിന്നർ കഴിക്കാനെന്നും പറഞ്ഞ്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് അങ്ങനെ സുധീഷ് ദേഷ്യത്തോടു കൂടി ഫോൺ അവിടേക്ക് വെക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ സൂക്ഷിച്ച്, ഫോൺ പൊട്ടിപ്പോകും. അപ്പൊ സുധീഷ് പറയുകയാണ്, പൊട്ടിപ്പോയാ നന്നായിരിക്കും. എന്തെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒന്നുമില്ല, നീ നിന്റെ ജോലി ചെയ്യ. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, എടാ നീതുവാ വിളിക്കുന്നത്, എടുത്ത് സംസാരിക്ക്. അപ്പൊ ഹരീഷ് പറയുകയാണ്, അവള് വിളിക്കട്ടെ, ഫോൺ എടുത്താൽ വഴക്കുണ്ടാക്കും. നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും വഴക്കാണോ? നിങ്ങൾ പ്രണയിക്കുന്നതിനെക്കാട്ടിലും വഴക്കടിക്കുന്നതാ കൂടുതൽ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്ത് ചെയ്യാനാ, എന്ത് ചെയ്താലും വഴക്കിന് വരും, നാളെ അവള് കടയിൽ വരുമല്ലോ, അപ്പൊ സംസാരിക്കാം. അങ്ങനെ ഹരീഷ് നികേഷിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എടാ പുതിയ ഗെയിമാണോ, ലെവൽ 10 വരെ എത്തിയോ? അപ്പൊ നികേഷ് പറയുകയാണ്, 10 വരെ എത്തി, പക്ഷെ 10ന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, ഇത് ഈസിയാടാ, എങ്ങനെയാ ഗെയിം കളിക്കണ്ടേന്നൊക്കെ ഹരീഷ് നികേഷിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയവും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നീതു. ഫോൺ വൈബ്രേഷൻ മോഡിലിട്ടിട്ട് നികേഷ് കളിക്കുന്ന ഗെയിമിൽ നോക്കിയിരിക്കുകയാണ് ഹരീഷ്. നീതു വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നു. ആ കോള് കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, സൂപ്പർ ആയിട്ടില്ലേ ഗെയിം? അങ്ങനെ അവർ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ നീതുവിന്റെ കോള് കണ്ട് ദേഷ്യത്തോടു കൂടി ഹരീഷിന്റെ ഫോൺ തട്ടിക്കളയുകയാണ് സുധീഷ്. ഇത് കണ്ട് ചിട്ടി സുധീഷിനെ നോക്കുകയാണ് ഹരീഷും നികേഷും. അപ്പൊ സുധീഷ് പറയുകയാണ്, മനുഷ്യന്റെ അവസ്ഥ അറിയാതെ വിളിച്ചോണ്ടിരിക്കുന്നു. ടെൻഷനോടുകൂടി ഫോൺ എടുത്ത് നോക്കി ഹരീഷ് പറയുകയാണ്, ഇത് എന്റെ ഫോണാ സുധീഷ് ഏട്ടാ, വിവരമല്ലേ സുധീഷ് ഏട്ടന്, എന്തിനാ എന്റെ ഫോൺ എടുത്തെറിയുന്നത്? പൊട്ടിപ്പോയാൽ സുധീഷ് ഏട്ടൻ വാങ്ങിച്ചു തരുമോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ ഫോൺ അടിക്കുമ്പോൾ ഒന്നുകിൽ എടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, അതൊന്നും ചെയ്യാതെ വൈബ്രേഷൻ മോഡ് ഇട്ട് വെച്ചിരിക്കുന്നു. അവള് ഫോൺ വിളിച്ചോണ്ടേ ഇരിക്കുന്നു, നീ അവിടെ ഗെയിം കളിക്കുന്നു, ഇതിന്റെ ഇടയിലിരിക്കുന്നവർക്ക് ദേഷ്യം വരില്ലേ? ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പുറത്തു പോകും, ഞങ്ങൾ എന്താ സുധീഷ് ഏട്ടനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുക? ഫോൺ വൈബ്രേറ്റ് ആയിരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ഫോൺ വലിച്ചെറിഞ്ഞിരിക്കുന്നു, വിവരമില്ലാത്തവൻ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, വിവരമില്ലാത്തവനോ? ആരാടാ വിവരമില്ലാത്തവൻ? നീ ആരുടെ മുഖത്ത് നോക്കിയാടാ വിവരമില്ലാത്തവൻ എന്ന് വിളിച്ചത്? അങ്ങനെ സുധീഷ് ഹരീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നു. ഇത് കണ്ട് ടെൻഷനോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് നികേഷ്. സുധീഷും ഹരീഷും കൂടി അടി ഉണ്ടാക്കുകയാണ്. നികേഷ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുമ്പോൾ വിടടാന്ന് പറഞ്ഞ അവിടെ കൂടി വന്ന സുഭാഷും അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു. തുടർന്ന് സുധീഷിനെയും ഹരീഷിനെയും തള്ളി മാറ്റുകയാണ് സുഭാഷ്. വിടടാ, കുറച്ചുനാള് നിങ്ങൾ തമ്മിലുള്ള വഴക്കില്ലായിരുന്നല്ലോ, പിന്നെ തുടങ്ങിയോ? എന്തിനാണ് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എന്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു, ഫോൺ പൊട്ടിയിട്ടുണ്ട്. ഫോൺ പൊട്ടിയോ എന്ന് ചോദിച്ച് ഹരീഷിന്റെ ഫോൺ എടുത്ത് നോക്കുകയാണ് സുഭാഷ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ ഫോൺ പൊട്ടിച്ചിട്ടൊന്നുമില്ല, ദേ നോക്ക്, മനുഷ്യന്റെ 1008 പ്രശ്നമുണ്ട്, ഇവനാണെങ്കിൽ 24 മണിക്കൂറും ഫോണ്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, എനിക്ക് ഫോൺ വരുന്നതിന് സുധീഷ് ഏട്ടൻ എന്തിനാ ഇത്ര വേദന? വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, എടാ മര്യാദക്ക് സംസാരിക്കടാ,
അപ്പൊ ഹരീഷ് ചോദിക്കണം, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇടയിലേക്ക് കയറി നിന്ന് സുഭാഷ് പറയുന്നു, ആടങ്ങി നിൽക്കട്ടെ അവിടെ. അപ്പൊ നികേഷ് പറയുകയാണ്, ഫോൺ എടുത്താൽ വഴക്കുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഹരീഷ് ഏട്ടൻ ഫോൺ എടുക്കാതിരുന്നത്. അപ്പൊ സുധീഷ് ഏട്ടൻ എന്തിനാ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, അഹങ്കാരോടാ. ഫോൺ പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സുധീഷ് ഏട്ടൻ എനിക്ക് പുതിയ ഫോൺ വാങ്ങി തരേണ്ടി വന്നേനെ. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, നിന്റെ ഫോൺ പൊട്ടിപ്പോയാൽ ഞാൻ എന്തിനാടാ പുതിയ ഫോൺ വാങ്ങി തരുന്നത്? നീ ചെന്ന് നീതുവിനോട് പറ ഫോൺ വാങ്ങി തരാൻ. അപ്പൊ ഹരീഷ് ചോദിക്കുകയാണ്, സുധീഷ് ഏട്ടൻ ഫോൺ പൊട്ടിക്കും, പുതിയ ഫോൺ വാങ്ങി തരാൻ ഞാൻ നീതുവിനോട് പറയണോ? ആ പറയണമെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി ഹരീഷിന്റെ നേരെ വരുമ്പോൾ ഹരീഷും സുധീഷിന്റെ നേരെ ചെല്ലുകയാണ്. അവരെ പിടിച്ചു മാറ്റുകയാണ് നികേഷും സുഭാഷും. സുഭാഷ് പറയുന്നു, നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുന്നുണ്ടോ? ഹരീഷ്, നീ കുറച്ചു നേരം പുറത്തു പോയി നിൽക്ക്, ഞാൻ സുധീഷിനോടൊന്ന് സംസാരിക്കട്ടെ. ചെല്ലടാ ഹരീഷ്. ഇത് കേട്ട് ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ പോകുന്നാ നല്ലത്, വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, എന്താടാ പ്രശ്നം? എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, അവന് ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു, നീ അത് വിടടാ, അവൻ പോയില്ലേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? സുധീഷ് ചോദിക്കുന്നു, എനിക്ക് എന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. സുഭാഷ് ചോദിക്കുന്നു, നിധിയും നീയും കൂടി വഴക്കുണ്ടാക്കിയോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ ഇത്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതല്ല, രാവിലെ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഇവര് ശ്രദ്ധിച്ചു. ഇതൊന്നും വെറുതെ നിന്നോട് ചോദിക്കേണ്ടെന്ന് കരുതിയ ഇതുവരെ ഞങ്ങൾ ചോദിക്കാതിരുന്നത്. നിധിയോടും ചോദിച്ചില്ല. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ, എന്നെ വെറുതെ വിടെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുന്നു. പുറത്തിരിക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു, എടാ ഹരീഷ്, അവന് വേറെന്തോ വിഷമമുണ്ടടാ, അതാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. രാവിലെ നമ്മളും കണ്ടില്ലായിരുന്നു, സുധീഷും നിധിയും കൂടി വഴക്കായിരുന്നു. നീ അവനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഹരീഷ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ചോദിക്കുന്നു, ഫോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഓൺ ചെയ്ത് നോക്കിയോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഫോണ് കുഴപ്പമൊന്നുമില്ല സുഭാഷ് ഏട്ടാ. ഇതിട്ട് സുഭാഷ് പറയുകയാണ്, ശരി, അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കാൻ നിൽക്കണ്ട. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് നിധി. നിധി ഓർക്കുന്നു സിദ്ധാർത്ഥിന്റെ വാക്കുകൾ. നിന്റെ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സുഭാഷ് എന്നോട് എല്ലാം പറഞ്ഞു. അത് വെറും ഡ്രാമ കല്യാണം അല്ലായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ട് വാ, നമുക്ക് കല്യാണം കഴിക്കാം. നമ്മുടേത് ഒരു സെക്കൻഡ് മാരേജ് ആയിട്ട് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. നിധിക്ക് ആദ്യം നടന്ന മാരേജ് നമുക്ക് മറക്കാം. നിധി എന്താ പറയുന്നത്? എന്തിനാ നിധി അത്ര ആണുങ്ങളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നത്? നിനക്ക് ഞാൻ നല്ലൊരു ഫ്ലാറ്റ് എടുത്തു തരാം, നീ അവിടെ താമസിക്ക്. ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. നിധി അങ്ങോട്ടേക്ക് മാറണം. തുടർന്ന് ഹരീഷ് ഫോൺ എടുക്കാത്തത് കൊണ്ട് രാത്രി തന്നെ കിളിക്കൂട്ടിലേക്ക് വരികയാണ് നീതു. പാട്ട് കേട്ടുകൊണ്ട് പുറത്തിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ കുട്ടി ഈ സമയത്ത് ഇവിടെ? രാത്രിയിലാണോ ഒരു വീട്ടിലേക്ക് വരുന്നത്? അപ്പോൾ നീതു പറയുകയാണ്, രാത്രി വന്നാൽ എന്താ? ഒന്നുമില്ല, നീ അകത്തേക്ക് ചെല്ലുന്ന ഭാസ്കരൻ പറയുമ്പോൾ നീതു അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് നീതുവിനെ കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഈ സമയത്ത് ഇവിടെ? 9 മണിയായല്ലോ. അപ്പോൾ നീതു ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ, രാത്രി ആയാൽ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അയ്യോ അങ്ങനെയല്ല മോളെ, 9 മണിക്ക് തനിച്ച് വന്നിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ നീതു പറയുകയാണ്, ഫോൺ വിളിച്ചിട്ട് ഹരീഷ് ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതാണോ? അവന്റെ ഫോൺ ഒന്ന് താഴെ വീണായിരുന്നു, ഫോൺ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതായിരിക്കും അവൻ ഫോൺ എടുക്കാതിരുന്നത്. അപ്പൊ നീതു പറയുകയാണ്, ഫോണിന് റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഇതിടെ നികേഷ് പറയുന്നു, ഇപ്പോഴാ ഫോൺ ശരിയായത്, എങ്കിൽ പിന്നെന്താ തിരിച്ചു വിളിക്കാഞ്ഞതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് ടെൻഷനോടുകൂടി നീതുവിനെ നോക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന് സുധീഷ് പതിയെ പറയുന്നു, ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് നേരെ ഇങ്ങ് വന്നു. നീതു സുധീഷിനോട് ചോദിക്കുന്നു, എന്തോ പറയാൻ വന്നതല്ലേ, എന്നിട്ടെന്താ മിണ്ടാ നിൽക്കുന്നത്? സുധീഷ് ചോദിക്കേണ്ട, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? എപ്പോഴും വഴക്കിടുക, വഴക്ക് തീർക്കുക. ഇപ്പതേ രാത്രി 9 മണിക്ക് വഴക്ക് തീർക്കാൻ വീട്ടിൽ വന്നിരിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന്റെ പുറകെ. ഇപ്പതേ രാത്രിയും അവനെ വെറുതെ വിടാതെ പിന്നാലെ വന്നിരിക്കുന്നു. അവൻ മറ്റാരെയും കാണുകയും സംസാരിക്കുകയൊന്നും വേണ്ടേ? അപ്പോൾ നീതു ചോദിക്കേണ്ട, ഇവനെ പ്രണയിക്കുന്ന ഞാൻ ഇവന്റെ പിന്നാലെ അല്ലാതെ വേറെ ആരുടെ പിന്നാലെ പോകാനാ? അതിനൊരു നേരവും കാലവും ഒക്കെ വേണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് സുധീഷിനെ തടയുകയാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സമയം എത്രയാകുന്നെന്ന് കണ്ടില്ലേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കുന്നത് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, ചെല്. തുടർന്ന് ഹരീഷും നീതുവും മാറി നിന്ന് സംസാരിക്കുന്നു. പിണക്കമൊക്കെ മാറി അവർ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ കണ്ടു നിറഞ്ഞ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് നിധി. പുറത്തിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മരുമോളെ, ജോലി ഒരുപാടുണ്ടായിരുന്നു? കുറച്ച് ശമ്പളം തന്നിട്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അവര്. അകത്തേക്ക് കയറി വരുന്ന നിധിയെ കണ്ട് നികേഷ് ഉറക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി വന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ഇത്രയും താമസിച്ച് വരുന്നത്? ഇതെന്താ മറുപടി പറയാതെ പോകുന്നത്? ഹരീഷും നീതുവും സംസാരിച്ചുകൊണ്ട് ഹോളിൽ ഇരിക്കുകയാണ്. വാ മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ പിന്നാലെ അവിടേക്ക് വരികയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, മോളെ, ഒരുപാട് സമയം ജോലി ഉണ്ടായിരുന്നോ? ഇപ്പൊ ഞാൻ സുധീഷിനോട് പറഞ്ഞതേ ഉള്ളൂ, പാവം രാത്രി ഇത്രയും സമയമായിട്ടും ജോലി ചെയ്യുകയാണെന്ന്. അവരോട് ഓഫീസിൽ ചെന്ന് മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് വന്നത്. ഒരുപാട് ജോലി ഉണ്ടായിരുന്നോ മോളെ? അപ്പൊ നിധി ചോദിക്കേണ്ട, കുറച്ചെങ്കിലും വിവരം ഉണ്ടോ? ഇത് കേട്ട് എല്ലാവരും
ഞെട്ടി നിധിയെ നോക്കുകയാണ്. ഭാസ്കരനും സംശയത്തോടുകൂടി അകത്തേക്ക് ശ്രദ്ധിക്കുന്നു. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, എന്താ സംഭവിച്ചത്? അവൻ നിധി പറയുകയാണ്, ഞാൻ കാര്യമായിട്ടാ ചോദിച്ചത്. നിങ്ങൾക്ക് വിവരമുണ്ടോ? ആരോട് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയില്ലേ? സുധീഷ് മനസ്സിൽ പറയുന്നു, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുഭാഷിനോട് നിധി ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. മനസ്സിലായില്ല മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മനപ്പാടാക്കി വെച്ചിരിക്കുന്നത് പോലെ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുമല്ലേ? ഇന്നസെന്റ് ആകാം, പക്ഷെ ഇങ്ങനെ പൊട്ടനാകാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ ഉടനെ കുടുംബ ചരിത്രം അവരോട് വിശദീകരിക്കുമല്ലേ? നിങ്ങൾ പറയുന്ന കാര്യം മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കുക പോലുമില്ല. സുഭാഷേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം അപമാനിതയായെന്നറിയോ? സത്യമായിട്ടും പറയുക, സുഭാഷേട്ടനോടുണ്ടായിരുന്ന എന്റെ ബഹുമാനം പോയി. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ ഭാസ്കരനും അകത്തേക്ക് കയറി വരികയാണ്. സംശയത്തോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, ഇവൻ എന്താ ചെയ്തത്? നികേഷ് ചോദിക്കണ്ട, ഏട്ടത്തി എന്താ നടന്നേ? അപ്പൊ സുഭാഷ് പറയണ്ട, മോള് ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിന് കാരണക്കാരൻ ഞാനാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ ചെയ്തതെന്നും കൂടി മോള് പറ. മോൾ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. നിധി ചോദിക്കുന്നു, ഇന്ന് സിദ്ധാർത്ഥിനെ കണ്ടായിരുന്നു? അപ്പൊ സുഭാഷ് പറയുകയാണ്, സിദ്ധാർത്ഥിനെ കണ്ടായിരുന്നു. എന്താ മോളെ? നിധി ചോദിക്കുന്നു, സിദ്ധാർത്ഥിനോട് സുഭാഷേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ അങ്ങനെ എന്താ പറഞ്ഞത്? അപ്പൊ നിധി പറയുകയാണ്, അവനോട് പോയി എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം സുഭാഷേട്ടൻ പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് ഞെട്ടി സുധീഷ് സുഭാഷിനെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി നീതുവിനെ നോക്കുകയാണ് ഹരീഷ്. നീതു സംശയത്തോടുകൂടി എല്ലാവരെയും നോക്കുന്നു. സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഇങ്ങനെ നിന്നാൽ നിങ്ങൾ ചെയ്തതൊക്കെ ഇല്ലാണ്ടാകുമോ? എന്റെയും സുധീഷിന്റെയും കല്യാണം എങ്ങനെയാ നടന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്? അങ്ങനെയെല്ലാം ഒരു കാര്യം പോലും വിടാതെ സുഭാഷേട്ടൻ അയാളോട് പറഞ്ഞിരിക്കുന്നു. സംശയത്തോടുകൂടി നീതു ചോദിക്കുന്നു, ഹരീഷ് എന്തായി പറയുന്നത്? നിധി ചോദിക്കുന്നു, പറഞ്ഞോ ഇല്ലയോ? എന്താ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്? പറഞ്ഞായിരുന്നോ ഇല്ലയോ? സുഭാഷേട്ടൻ എന്തിനാ സിദ്ധാർത്ഥിന്റെ ഒപ്പം റെസ്റ്റോറന്റിലേക്ക് പോയത്? വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, റെസ്റ്റോറന്റോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാനായിട്ട് പോയതല്ല മോളെ. ഞാൻ സൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ അപ്പൊ എഞ്ചിനീയർ വന്ന് ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ടിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയർ എന്നെയും കൂട്ടി സിദ്ധാർത്ഥിന്റെ അരികിലേക്കാ പോയത്. സിദ്ധാർത്ഥ ആ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ട്. ജോലിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അവൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഉടനെ സുഭാഷ് അങ്ങ് പോയോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അറിയാവുന്ന ആളല്ലേടാ, നമ്മുടെ വീട്ടിലൊക്കെ വന്ന ഭക്ഷണം കഴിച്ച ആളല്ലേ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സിദ്ധാർത്ഥിനെ കുറിച്ച് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യം ചോദിച്ചു. നിങ്ങളെ രണ്ടുപേരെയും പറ്റിയും ചോദിച്ചു. ആരെ പറ്റിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, എപ്പോഴാണ് കല്യാണം നടന്നതെന്നൊക്കെ ചോദിച്ചു. ഞാനും നടന്ന കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ നിധി പറയുകയാണ്, കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് മാത്രം മറുപടി പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ എന്റെ മൊത്തം കഥയും അയാളോട് പറഞ്ഞത്? നിധു ചോദിക്കുന്നു, എന്താ ഹരീഷ് ഈ പറയുന്നതൊക്കെ? ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സുഭാഷ് ഏട്ടാ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോൾ നിധി പറയുകയാണ്, എന്തു പറഞ്ഞില്ല എന്ന് ചോദിക്കുക. തക്കലയിൽ ഞാൻ താമസിച്ചപ്പോൾ എന്റെ വീട്ടിലുള്ളവർ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത കല്യാണം ഇഷ്ടമല്ലാതെ ഞാൻ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചത്. ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോൾ സുധീഷ് എനിക്ക് വണ്ടി ഓടിക്കാനായി ഡ്രൈവറായിട്ട് വന്നത്. വഴിയിൽ എന്റെ അച്ഛൻ നമ്മളെ ഫോളോ ചെയ്ത് ചേസ് ചെയ്തത്. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേ, ആ കഥ. അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സൂര്യയുമായുള്ള കല്യാണം നടത്താതിരിക്കാനായി ഒരു കള്ള കല്യാണം നടത്തിയില്ലേ, അത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീതു. അപ്പോൾ നിധി പറയുന്നു, കല്യാണം രജിസ്റ്റർ ആയെന്ന് അറിഞ്ഞതും അതിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതും 2 ഹിയറിംഗിന് പോയതുമെല്ലാം സിദ്ധാർത്ഥിനോട് പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം പോലും വിടാതെ സുഭാഷേട്ടൻ എല്ലാം സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ഹരീഷിന്റെ കയ്യിൽ പിടിച്ച നീതു ചോദിക്കുന്നു, ഹരീഷ് എന്താ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ സത്യമാണോ? ഇവരുടെ കല്യാണം ശരിക്കും നടന്നതല്ലേ? ഇവര് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്നല്ലേ ഹരീഷ് എന്നോട് പറഞ്ഞത്? അതെല്ലാം കള്ളമായിരുന്നു. ഇത് കേട്ട് ഹരീഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടനെതിരെ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവനോട് പറഞ്ഞത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷ് സിദ്ധാർത്ഥ ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞുപോയി. നിധി ചോദിക്കുന്നു, സിദ്ധാർത്ഥ് എന്താ ചോദിച്ചത്? ഞങ്ങളുടെ കല്യാണം ശരിക്കും നടന്നതാണോ അതോ ഫേക്ക് മാരേജ് ആണോ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ. സുഭാഷേട്ടനല്ലേ എല്ലാം പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി ഇപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ നിധി പറയുകയാണ്, പ്രശ്നം ആയതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ഒച്ച വെക്കുന്നത്. ഇന്ന് സിദ്ധാർത്ഥ് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അവൻ കുറച്ചു നാളായിട്ട് ശരിയല്ല. എനിക്ക് ഒരുമാതിരിയുള്ള മെസ്സേജുകൾ അയക്കുന്നു, ഗിഫ്റ്റുകൾ തരുന്നു, ചിരിച്ച് സംസാരിക്കുന്നു, എന്നെ ടോർച്ചർ ചെയ്യുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്ത
ചെയ്തതുകൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതാ. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, സമ്മാനങ്ങൾ തരുന്നത്, ചിരിച്ച് സംസാരം, ഇതെല്ലാം തെറ്റാ. സുധീഷ് എന്റെ ഹസ്ബൻഡ്, മര്യാദയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെയാ അവനെ വാൺ ചെയ്തത്. ഇതെല്ലാം പറഞ്ഞപ്പോൾ അവന്റെ ശല്യം തീർന്നെന്ന് വിചാരിച്ചു. അപ്പതേ സുഭാഷ് ഏട്ടൻ അയാളുടെ ഒപ്പം റെസ്റ്റോറന്റിൽ ഇരുന്ന് എങ്ങനെയാണ് കല്യാണം നടന്നതെന്നുള്ള കഥ മുതൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് വരെ പറഞ്ഞിരിക്കുന്നു. ഇന്നവൻ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് വർക്കുണ്ടെന്ന് പറഞ്ഞ എന്നെ ഓഫീസിലിരുത്തി എന്നോട് എന്തൊക്കെ ചോദിച്ചെന്നറിയോ? എന്റെ കല്യാണം ഫേക്ക് ആയതുകൊണ്ട് സുധീഷ് എങ്ങനാ നിന്റെ ഭർത്താവാകുന്നതെന്ന് ചോദിച്ചു. അതൊരു കല്യാണമായിട്ട് എന്തിനാ കാണുന്നത്? ഇപ്പം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തില്ലേ? 2 ഹിയറിങ്ങിന് പോയില്ലേ? ഇത്രയൊക്കെ നടന്നതിന് ശേഷം എന്തിനാണ് ആ വീട്ടിൽ താമസിക്കുന്നത്? ഞാനൊരു നല്ല ഫ്ലാറ്റ് നോക്കി നിധിയെ അവിടെ താമസിപ്പിക്കാം. പെട്ടെന്ന് നിധി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകണമെന്നൊക്കെ അധികാരത്തോടു കൂടി അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷ്. ഭാസ്കരനും സുധീഷും നികേഷും എല്ലാം ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നീതു പതിയെ ഹരീഷിനോട് ചോദിക്കുന്നു, എന്താ ഹരീഷ് എന്തൊക്കെ ഈ പറയുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ എന്റെ മുമ്പിലിരുന്ന് എന്റെ ജീവിതകഥ എന്നോട് പറയുന്നു. അവൻ എന്ത് അധികാരത്തോടെ അവകാശത്തോടെയാ സംസാരിച്ചെന്നറിയോ? എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം, മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, മോശമായി എന്നോട് സംസാരിക്കാനോ പെരുമാറാനോ പാടില്ലെന്ന് ഞാൻ രാവിലെ അവനോട് പറഞ്ഞു. രാത്രി അവൻ എന്റെ അരികിൽ വന്ന് നിധിക്ക് നടന്നത് കല്യാണമേ അല്ലാന്ന് എന്റെ മുഖത്ത് നോക്കി പറയുന്നു. അത് കേട്ട് എന്റെ ധർമ്മസങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ അവനോട് പറയുന്നത്? വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ സുഭാഷ് ഏട്ടൻ കാണിച്ചത്? പറ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനോടാ ചോദിച്ചത്. ഇതെല്ലാം കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്തിനാ അതെല്ലാം അവനോട് പറഞ്ഞത്? കണ്ടു തിറങ്ങിയ സുഭാഷ് പറയുകയാണ്, സുധീഷ് സിദ്ധാർത്ഥ ചോദിച്ചപ്പോൾ അപ്പൊ സുധീഷ് പറയുകയാണ്, കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാ പോരെ? എന്തിനാ ഈ കഥയെല്ലാം പറഞ്ഞത്? ആരാവൻ? അവൻ ചോദിച്ചാൽ എല്ലാ കഥയും പറയുമോ സുഭാഷ് ഏട്ടൻ? ഈ നാട്ടിൽ ആരോടെങ്കിലും സുഭാഷ് ഏട്ടൻ ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അതല്ലടാ, അന്ന് സിദ്ധാർത്ഥ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലേ? അപ്പൊ നീ ആരാണെന്ന് സിദ്ധാർത്ഥ ചോദിച്ചപ്പോൾ നിധി കസിൻ ആണെന്നാ പറഞ്ഞത്. നിധി എന്തുകൊണ്ടാ ഭർത്താവിനെ കസിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതെന്നാ സിദ്ധാർത്ഥ ചോദിച്ചത്. അപ്പൊ എനിക്ക് എന്ത് പറയണോന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ സത്യം പറഞ്ഞു പോയത്. ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തിനു പറഞ്ഞു? സുഭാഷ് ഏട്ടന്റെ കാര്യം ആരോട് വേണമെങ്കിൽ പോയി പറഞ്ഞു, പക്ഷേ ഇത് എന്റെയും നിധിയുടെയും ജീവിതമാ. സുഭാഷ് ഏട്ടൻ മറ്റൊരാളോട് ഈ കാര്യം പറയാനുള്ള അവകാശമില്ല. ആ ഫ്രോഡ് നിധിക്ക് മോശം മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി നിധി ഒരു കാര്യം പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പോയി കറക്റ്റ് ആക്കി കൊടുത്തിരിക്കുന്നു. നിധിയുടെ ജീവിതം ഇതാണ്, അവൻ വേണമെങ്കിൽ നിധിയെ വളച്ചെടുത്തോട്ടെന്ന് കരുതിയാണോ സുഭാഷ് ഏട്ടൻ ഇതൊക്കെ പറഞ്ഞത്? അയ്യോ അങ്ങനെയല്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ എങ്ങനെയല്ല എന്ന് ചോദിച്ച് സുധീഷ് ദേഷ്യത്തോടുകൂടി സുഭാഷിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ ദേഷ്യത്തോടുകൂടി ഉറക്കെ സുധീഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് ഹരീഷും നികേഷും. ഇത് കണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ് നിധി. സുഭാഷ് ഞെട്ടി പിന്നോട്ട് മാറുമ്പോൾ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ കൈ താഴ്ത്തിട്. സുഭാഷ് ഏട്ടനെ അടിക്കാനാ കൈ ഉയർത്തിയത്. വിശ്വസിക്കാനാകാതെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുകയാണ്. കൈ താഴ്ത്തിയിട്ടിട്ട് സുധീഷ് പറയുകയാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന് അവാർഡ് കൊടുക്കണോ? എല്ലാം അറിയാവുന്ന മൂത്ത ചേട്ടനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ എന്താ മിടുക്ക്? ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ ചെയ്തത് തെറ്റാ, അതുകൊണ്ട് സുഭാഷ് ഏട്ടനെ അടിക്കാൻ കൈ ഉയർത്തണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ സുഭാഷ് ഏട്ടൻ നിധിയെ കുറിച്ച് ആലോചിച്ചില്ല, എന്നെ കുറിച്ച് ആലോചിച്ചില്ല. മൂന്നാമതൊരാൾ എന്തോ ഒന്ന് ചോദിച്ചെന്ന് കരുതി നടന്ന എല്ലാ കഥയും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് സുഭാഷിനെ അടിക്കാനായി കൈ ഓങ്ങണോ? നീ പോടാന്ന് പറഞ്ഞ ഹരീഷിനെ തള്ളി മാറ്റി സുഭാഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ അവനോട് പോയി എല്ലാം പറഞ്ഞില്ലേ? അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു? കൈ എടുക്കെന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ പിടിച്ച് മാറ്റാനായി ശ്രമിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ സുഭാഷ് ഏട്ടന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചാൽ നിനക്ക് എന്താടാ പ്രശ്നം? കൈ എടുക്കെന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ പിടിച്ച് മാറ്റാനായി ശ്രമിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്റെ ചേട്ടന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുന്നതിന് നിനക്ക് എന്തിനാടാ വേദനിക്കുന്നത്? നിന്നെ കാണാനായി ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, നീ പോയി അവളോട് സംസാരിക്ക്. കൈ എടുക്കടാന്ന് ദേഷ്യത്തോടുകൂടി ഹരീഷ് പറയുമ്പോൾ വിരൽ ചൂണ്ടി സുധീഷ് പറയുകയാണ്, കൈ എടുക്കടാ. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിനക്കറിയോ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നിനക്കറിയില്ല, മാറാ അങ്ങോട്ട്. കൈ എടുക്കടാ എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ പിടിച്ച് മാറ്റാനായി വരുമ്പോൾ സുഭാഷിന്റെ ഷട്ടിൽ നിന്നും കൈയെടുത്ത് ഹരീഷിന്റെ കർണം പുക ചടിക്കുകയാണ് സുധീഷ്. ആടികൊണ്ട് ഹരീഷ് താഴേക്ക് വീഴുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി ഹരീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് നീതുവും സുഭാഷും. ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞ് അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് നിധി. ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് വന്ന് ചോദ്യം ചെയ്യുകയാണ് നീതു. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്